ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം. ശ്ലോകം 98 മുതൽ 110 വരെ. നാമം 475 തൊട്ട് 534 വരെ. ആധാരചക്രങ്ങളെക്കുറിച്ചുള്ള വിവരണം, മറ്റ് വിവരണം തുടർന്ന് പറയുന്നതായിരിക്കും. വിശുദ്ധിചക്രനിലയാ രക്തവർണ്ണാ ത്രിലോചനാം ഖട്വാങ്കാദിപ്രഹരണാ വദനൈകസമന്യുതാ പായസാന്നപ്രിയാ ത്വക്സ്താപശുലോകഭയങ്കരീ അമൃതാദിമഹാശക്തി സംവൃതാഡാകിനീശ്വരീ അനാഹതാബ്ജനിലയാ ശ്യാമാഭാവദനദ്വയാ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധരാ രുധിരസംസ്ഥിതാം കാളരാത്ര്യാദിശക്ത്യൗഘവൃതാ സ്നിഗ്ധൗദനപ്രിയാ മഹാവീരേന്ദ്രവരദാ രാഗിണ്യംബാസ്വരൂപിണീ മണിപൂരാബ്ജനിലയാ വദനത്രയസംയുതാ വജ്രാദികായുധോ വേദാഡാമര്യാദിഭിരാവൃതാ രക്തവർണ്ണാ മാംസനിഷ്ഠാ ഗുഢാന്നപ്രീതമാനസാം സമസ്തഭക്തസുഗതാലാകിന്യംബാസ്വരൂപിണീ സ്വാധിഷ്ഠാനാംബുജഗദാ ചതുർവക്ത്രമനോഹരാ ശൂലാദ്യായുധസമ്പന്നാ പീതവർണ്ണാദിഗർവിതാം മേധോനിഷ്ഠാ മധുപ്രീതാ ബന്ധിന്യാദിസമന്വിതാം ദധ്യന്നാസക്തഹൃദയാ കാകിനീരൂപധാരിണീ മൂലാധാരാംബുജാരൂഢാ പഞ്ചവക്ത്രാസ്തി സംസ്ഥിതാം അങ്കുശാദിപ്രഹരണാ വരദാദിനിഷേവിതാം മുദ്ഗൗദനാസക്തചിത്താ സാകിന്യംബാസ്വരൂപിണീ ആജ്ഞാചക്രാബ്ജനിലയാ ശുക്ലവർണ്ണാ ഷഡാനനാം മജ്ജാസംസ്ഥാ ഹംസവതീ മുഖ്യശക്തിസമന്വിതാ ഹരിദ്രാന്നൈകരസികാ ഹാകിനീ രൂപധാരിണീ സഹസ്രദളപദ്മസ്ഥാ സർവവർണ്ണോപശോഭിതാ സർവായുധധരാ ശുക്ലസംസ്ഥിതാ സർവതോമുഖീ സർവൗദനപ്രദയിതചിത്തായാകിന്യംബാസ്വരൂപിണീ സ്വഹാ സ്വധാമതിർമേധാ ശ്രുതിസ്മൃതിരനുത്തമാം. 110 ശ്ലോകത്തിലെ ആദ്യ വരികൾ വരെയാണ് 534 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആധാരചക്രങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയുണ്ട്. എത്രയെത്ര മുഖമുള്ള ദേവിയാണ് ഓരോ ആധാരചക്രത്തിൽ ഇരിക്കുന്നതെന്നുള്ളതിനുള്ള വർണ്ണനയുണ്ട്. അതേപോലെ തന്നെ ഓരോ ആധാരചക്രങ്ങളിലും അക്ഷരക്രമത്തിന് എത്ര ഇതളുകളുള്ള താമരയാണെന്നുള്ള വിവരണമുണ്ട്. ആ താമരയുടെ കണ്ണുകളിൽ ഇരിക്കുന്ന ദേവിമാരുടെ പേരുകളുണ്ട്. ആ ദേവിമാരുടെ ചുറ്റും അവരുടെ പരിസേവികമാരായിട്ടിരിക്കുന്ന ദേവിമാരുടെ പേരുണ്ട്. അങ്ങനെ 50 അക്ഷരങ്ങൾ കൊണ്ട് 16 വ്യഞ്ജന സ്വരാക്ഷരവും 34 വ്യഞ്ജനാക്ഷരം കൊണ്ട് 50 ദേവിമാരുടെ പേര് ഇവിടെ കാണാം. ആ 50 പേര് 20 വട്ടം ഇരുന്നാൽ 1000 ആകും. ഗൗതമ ബുദ്ധൻ്റെയൊക്കെ ശിരസിൽ താലി പോലെ താഴോട്ട് കാണാം തലയിൽ. അത് സഹസ്രാരം ഇതളുകളാണ്, 1000 ഇതളുകൾ. ആദ്യത്തെ ഒരു വൃത്തത്തിൽ നോക്കിയാൽ 50 അക്ഷരങ്ങൾ കാണും. അത്തരം 20 മടങ്ങ്, അങ്ങനെ 1000 ആ ശിരസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം വരെ പോകാം. പക്ഷേ ഇവിടെ സ്വരാക്ഷരത്തിൻ്റെ ക്രമത്തിൽ 16 ഇതളുകളുള്ള വിശുദ്ധി ചക്രം, പിന്നെ താഴോട്ട് 12, 10, 6, 4, പിന്നീട് ആജ്ഞയിൽ 2, സഹസ്രാരത്തിൽ 1000. ഈ രീതിയിലാണ് പോകുന്നത്.
ആ കർണികയിലുള്ള ദേവിമാരുടെ പേരും അവരുടെ ചുറ്റുമിരിക്കുന്ന ദേവിമാരുടെ പേരും അറിയാനുള്ള മാർഗം അമൃതാദി എന്നുള്ളതിനായും കാളരാത്രി എന്നുള്ളത് കായും അങ്ങനെ ആ കാ ഡ ബ വ ഹ എന്ന് 6 അക്ഷരം പഠിച്ചാൽ 6 ആധാരചക്രങ്ങളിലെയും ദേവിമാരുടെ തുടക്കത്തിലുള്ള പേര് കാണാം. 16 പേരുണ്ടെങ്കിൽ ഒരാളിൻ്റെ പേര് മാത്രമേ ഇവിടെ ഒരു മാതൃകയായിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആധാരചക്രത്തിൽ ആ താമരയുടെ കർണികയിലിരിക്കുന്ന ദേവിമാരുടെ പേര് കാണാം. അത് ഡരലക സഹയ എന്ന് നോക്കിയാൽ മതി. ഡ ര ല ക സഹായ 7 അക്ഷരം. അങ്ങനെ അകടബവഹ 6 അക്ഷരം, ഡരലക സഹ 7 അക്ഷരം, 13 അക്ഷരവും കൂടെ അക്ഷരം പഠിച്ചാൽ അക്ഷരത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ദേവിമാരുടെ പേര് ചൊല്ലി ശീലിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭാശംസകൾ.